തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഇതൊരു വിഷു വ്ളോഗാണ്. ഇത് ഡേ 1, വിഷുവിൻ്റെ തലേന്ന് സംക്രാന്തി. നാട്ടിലൊക്കെ ഈ ദിവസം എന്തെങ്കിലും നോൺ വാങ്ങി കറി വെച്ച് വീതൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പോർക്കിറച്ചിയാണ് വെച്ചത്. നോൺ എന്നേക്കാൾ കൂടുതൽ നന്നായി പ്രിപ്പയർ ചെയ്യുന്നത് ചേട്ടനായതുകൊണ്ട് തന്നെ ഇന്നത്തെ കുക്കിംഗ് ചേട്ടനായിരുന്നു. പിന്നെ സൺഡേ മൺഡേയും ചേട്ടന് ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയ രീതിയിൽ വിഷു ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയുള്ള 2 ഫ്രണ്ട്സും കൂടെ ഒന്നിച്ചാണ് കേട്ടോ നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് വിഷു സദ്യക്കും കണിയൊക്കെ വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങിട്ടോ. വാഴ തപ്പിപ്പോയതാണ് അത്. എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളുണ്ട് ചെറിയ രീതിയിലൊരു ആഘോഷം. അതാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തത്. സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി പ്രിപ്പറേഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. സാമ്പാറും പുളിഞ്ചി, കാളൻ, അച്ചാർ ഇതൊക്കെ ഞങ്ങൾ ഇന്ന് കറി വയ്ക്കാനും നാളത്തേക്ക് കറി വയ്ക്കാനുള്ള സാധനങ്ങൾ അരിഞ്ഞ് വെക്കലും ആണ് ഞങ്ങൾ മെയിനായിട്ട് ഇന്ന് ചെയ്തത് കേട്ടോ. അധികം ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ഈ വെജ് കറികളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് 2 ദിവസത്തിൽ കൂടുതൽ നമുക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നാറില്ല. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ മാങ്ങച്ചാർ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ആ മാങ്ങച്ചാറിനുള്ളതൊക്കെ റെഡിയാക്കി. നമ്മുടെ മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കാളൻ വെക്കാനുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കായ അരിഞ്ഞിട്ട് അതിലേക്ക് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് അതിലേക്ക് നാളികേരം അരച്ചതും പിന്നെ തൈരുമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അപ്പോഴത്തേക്കും അവിടെ ശിവപ്രിയ നമ്മുടെ കായ്പേരിയും കായും പയറും അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ 2 പേരും ചേട്ടനായാലും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഓരോന്ന് അപ്പോൾ അരിയാനും എടുക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാളൻ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കാളൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം തന്നെയാണ് കേട്ടോ കാളൻ. അപ്പോൾ ചേട്ടനാണെങ്കിൽ നോർമലായിട്ടുള്ള എക്സ്പ്രഷൻ ഇട്ടാൽ മതി എന്ന് പറഞ്ഞതാണ്. ചേട്ടൻ അങ്ങോട്ട് തകർത്ത് വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ വിഷുവിൻ്റെ തലേദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടികൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കുളിച്ച് അന്ന് കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി തുടങ്ങി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചെറിയ രീതിയിലൊരു വിഷുക്കണിയാണ് അവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നമ്മുടെ കൃഷ്ണൻ, നമുക്കൊരു കൃഷ്ണ രൂപം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ കണി, നമ്മുടെ വിഷുക്കണിയുടെ കണിക്കൊന്ന് നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളതൊരു പ്ലാസ്റ്റിക്കാണ് ഉണ്ടാക്കിയത്. ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെറിയൊരു വിഷുക്കണി, അതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നെ രോഹിത് അവൻ്റെ കയ്യിൽ വിളക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് അങ്ങനെ വിഷുക്കണി കാണാനുള്ള പ്ലാനൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഒരു 12 മണിക്ക് ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വിളക്കിൽ തീയൊക്കെ ഇട്ടിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ ഞാനൊരു 4 മണിക്ക് അലാം വെച്ചിട്ട്, ഇത് ഡേ 2 ആണ്, 4 മണിക്ക് അലാം വെച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് ഞാൻ ആദ്യം കണി കണ്ടു. അതിനുശേഷം അവരൊക്കെ വിളിച്ചിട്ട് ഞാനവിടെ കണി കാണിച്ചു കേട്ടോ. പിന്നെ ഡേ 2 നമ്മളിവിടെ അടുത്ത പരിപാടികൾ കടന്നു. അപ്പോൾ നമ്മൾ ഒരുവിധം കറികളൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് ലാസ്റ്റ് നമ്മൾ പായസത്തിൻ്റെ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നമ്മൾ കുറച്ച് നേരം പായസത്തിൽ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമല്ലോ നന്നായിട്ട്. അപ്പോൾ ഞാനവിടെ ചേട്ടനെയും രോഹിത്തിനെ ഇളക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പകുതി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് മുങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് രോഹിത്തിനെ ഏൽപ്പിക്കുന്നുണ്ട് ബാക്കി ഇളക്കാനായിട്ട്. അങ്ങനെ നമ്മളവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് നെയ്യിൽ വറുത്ത് നമ്മുടെ പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ കറികൾ: സാമ്പാർ, പിന്നെ ഒരു ഇസ്റ്റു കറി ഉണ്ട്, കാബേജ് ഉണ്ട്, അച്ചാറുണ്ട്, ഇഞ്ചമ്പുളിയുണ്ട്, പപ്പടമുണ്ട്, പയറും കായും ഒരു ഉപ്പേരിയുണ്ട്, കാളനുണ്ട്, പിന്നെ മോരുണ്ട്, അവിയലുണ്ട്, പായസമുണ്ട്, പിന്നെ മുളക് വറുത്തതാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കറികൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് അവരും താമസിക്കുന്നത്, യുഗിയും വൈഫും. അപ്പോൾ അവർ മലയാളികളല്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഈ സദ്യയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. യുഗ കണ്ടില്ലേ, ട്രഡീഷണൽ അറ്റയറിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ ഓൾറെഡി ഇലയിട്ടിട്ട് കറികളൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് സാമ്പാർ വിളമ്പിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും ഒരു കറി വിളമ്പണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ ആളുടെ അടുത്ത് തന്നെ സാമ്പാർ വിളമ്പിക്കുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വിഷു ആയിരുന്നു. പിന്നെ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു വിഷുവാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഹാപ്പി വിഷു.